വിദ്യാർത്ഥികൾക്കിടയിൽ ബോധപൂർവമായിട്ടൊരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം കൂടി യഥാർത്ഥത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുണ്ടോ, VC-യും ഗവർണറും ഉൾപ്പെടെയുള്ള ആളുകൾക്കുണ്ടോ എന്ന് സംശയിക്കപ്പെടേണ്ടതുണ്ട്. സർവകലാശാലകളുടെ ജനാധിപത്യ അവകാശങ്ങളെ ധ്വംസിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നമില്ല. യഥാർത്ഥത്തിൽ താൽക്കാലികക്കാരനായിട്ടൊരു VC തൻ്റെ ആബ്സെൻസിൽ അതിലും താൽക്കാലികമായി മറ്റൊരാളെ നിയമിച്ച് അവകാശം എന്ന നിലയിൽ സിൻഡിക്കേറ്റ് നിയമിച്ച ഉദ്യോഗസ്ഥന്മാരെ അകാരണമായി മാറ്റി നിർത്തി, ഇതൊന്നും ഒരു നാട്ടിലും കേട്ടറിവില്ലാത്ത വസ്തുതയാണ്. രജിസ്ട്രാറിൽ മാറ്റി നിർത്തുക, ജോയിന്റ് രജിസ്ട്രാർമാരോട് നേരിട്ട് ഫയൽ അയക്കാൻ ആവശ്യപ്പെടുക, യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥ സംവിധാനമല്ല യൂണിവേഴ്സിറ്റികളിൽ വേണ്ടത്. ഒരു വിദ്യാർത്ഥി കേന്ദ്രീകൃതമായിട്ടുള്ള ഒന്നാണ് സർവകലാശാലകൾ. അതിനു പകരം കേവലം ഉള്ളവരെ ഭിന്നിപ്പിച്ചും കലാപം ഉണ്ടാക്കിയും വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു ആശങ്ക ജനിപ്പിക്കാനുള്ള നടപടികൾ മാത്രമേ ഇതുകൊണ്ട് VC-യുടെ നടപടികൾ കൊണ്ട് നടക്കാനാകൂ. കേന്ദ്ര ഗവൺമെന്റ് തന്നെ കേരളം ഉൾപ്പെടെ തങ്ങൾക്ക് ഇതരമായിട്ടുള്ള രാഷ്ട്രീയം നയിക്കുന്ന സംസ്ഥാനങ്ങളുടെ ജനാധിപത്യ ബോധങ്ങളെ തകർക്കാനുള്ള ആയുധമായി ഗവർണർമാർ ഉപയോഗപ്പെടുത്തുമ്പോൾ ആ ഗവർണർമാർക്ക് തങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള സംവിധാനമായി സർവകലാശാലകൾ എടുക്കരുത്. അതിന് മറ്റൊരു വേദി കാണണം. സർവകലാശാലകളെ അതിൻ്റെ ജനാധിപത്യ അവകാശങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ സമൂഹം നടത്തുന്ന സമരങ്ങൾ ഏറ്റവും ശക്തമായി തന്നെ ദീർഘകാലം കേരളത്തിലുണ്ടായിട്ടുണ്ട്. അത് തുടരുക എന്നുള്ള നിലപാട് തന്നെയാണ് ആ മേഖലയിൽ ബന്ധപ്പെട്ടവരെടുക്കുന്നത്. അവരുടെ ഭാഗമാണ് ശരി. ചരിത്രം രേഖപ്പെടുത്തും VC-യും ഗവർണറും ആ വിധത്തിലുള്ള കേന്ദ്ര ഭരണകൂടത്തിൻ്റെ കൈക്കോടാലികളായി മാറുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾ എടുക്കുന്നതിന് ഒരു കാരണവശാലും ജനാധിപത്യ കേരളം, വിദ്യാഭ്യാസ കേരളം അംഗീകരിക്കില്ല. അതുപോലെ തന്നെ NCP ഔദ്യോഗിക നേതൃത്വം കേരളത്തിലെ 2 MLA-മാരോട് രാജിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെ CPI എങ്ങനെയാണ്? തൽക്കാലം ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യം ഞങ്ങൾ നോക്കട്ടെ. NCPയുടെ കാര്യം നോക്കുന്നുണ്ട്. അവരുടെ ആഭ്യന്തര തർക്കത്തിൽ അതിൽ ആരാണ് ശരി എന്നുള്ളത് കേരളത്തിലെ NCP നേതൃത്വം ഏതു പക്ഷത്താണ്, ഏതു പക്ഷമാണ് ശരിയെന്നൊക്കെ അവരുടെ ജനാധിപത്യ ബോധത്തിൽ നിൽക്കുന്നതാണ്. അങ്ങനെയൊന്നും ബാധിക്കുന്ന പ്രശ്നം ഉണ്ടാകില്ല. ആ ഘട്ടത്തിൽ നോക്കാം. ഇത് NCPക്കകത്തുള്ള ആഭ്യന്തരമായിട്ടുള്ള വഴക്കുകൾ പല രൂപത്തിൽ രംഗപ്രവേശം ചെയ്യുകയാണ്. നിലപാടെടുക്കേണ്ട ഒരു ഘട്ടം ഇപ്പോൾ ആയിട്ടില്ല. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അംഗമായിട്ടുള്ള CPI പ്രതിനിധി എന്ന നിലയിലുള്ള ബോധത്തോടു കൂടി തന്നെ പറയുകയാണ്. അതിലേതെങ്കിലും വിധത്തിലുള്ളൊരു നിലപാട് ഇപ്പോൾ എടുത്തിട്ടില്ല. നിലപാടെടുക്കേണ്ട ഒരു ഘട്ടം വരില്ല എന്നാണ് ഞങ്ങളുടെ വിചാരം. അങ്ങനെ വന്നാൽ ആ കാര്യത്തിൽ ആ ഘട്ടത്തിൽ പറയാം.